ഹായ് ഓൾ, ദിസ് ഇസ് മൺഡേ മോർണിംഗ്. ഇന്നലത്തെ ബീഫ് കറി ബാക്കിയുള്ളതുകൊണ്ടും രാത്രി കഞ്ഞിക്കൊണ്ടാക്കിയ പയർ ഉലർത്തിയത് ബാക്കിയുള്ളതുകൊണ്ടും ഇന്ന് ലഞ്ചിന് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലിയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഫൈനലി എക്സ്പേർട്സ് കൺഫേം ചെയ്തിരിക്കുന്നു ദർ ഇസ് നോ ട്രേസ് ഓഫ് അർജുൻസ് ട്രക്ക് എന്ന്. അതങ്ങനെയല്ലേ വരൂ. അവർക്ക് ഗതാഗതം പുനഃസ്ഥാപിക്കാനായിരുന്നല്ലോ തിരക്ക്. ഞാനൊരു കഥ പറയട്ടെ. ഞങ്ങളുടെ ഈ വീട് കടപ്പുറത്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതാണ് വീട്. ഈ കാണുന്ന റോഡിനപ്പുറം ഒരു 4-5 നിര വീടുകൾ കൂടെ ഉണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, സീ ഡയമണ്ട്സ് എന്ന് പറഞ്ഞ ഇവിടുത്തെ പഴയ ക്ലബ്ബ്, TV കാണാനുള്ളൊരു ഏരിയ, ഒരു ചെറിയ വായനശാല, മാതാവിൻ്റെ കുരിശടിയുടെ കൊടിമരം, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഈ കടലിൻ്റെ അടിയിലാണ്. എല്ലാ കൊല്ലവും ഈ വെക്കേഷൻ തീർന്ന് സ്കൂൾ തുറക്കാറാവുന്ന സമയത്ത് മെയ് ജൂൺ ജൂലൈ സമയമാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്കറിയില്ല, ഒരു കടൽ കയറ്റമുണ്ട്. ആദ്യം വീട് പോയവർക്ക് ഇതിൻ്റെ വകുപ്പുകളെ പറ്റിയൊന്നും വലിയ പിടിയില്ലാത്തതുകൊണ്ട്, അതായത് നമ്മളെയും നമ്മുടെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടതും ഈ അധികാരികളുടെയും ഗവൺമെന്റിന്റെയൊക്കെ ജോലിയാണെന്നുള്ളതിനെ പറ്റി വലിയ തിരിച്ചറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് പോയ വീടിന് പകരം മുന്നിലോട്ട് റോഡരികിലേക്കോ മറ്റോ ആയിട്ട് ഓലമടഞ്ഞ് വീണ്ടും വീടുകൾ കെട്ടി താമസിക്കാൻ തുടങ്ങി. എൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ പ്രതിഷേധം നടക്കുന്നത് ഇവിടുത്തെ വീട്ടമ്മമാരൊക്കെ കൂടെ റോഡിൽ കുറെ കല്ലൊക്കെ എടുത്തിട്ടിട്ട് ഒരു റോഡ് ഉപരോധം നടത്തിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട് ഇതേ നേരെ ഇങ്ങനെ കടലിൻ്റെ മുന്നിലായിരുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ഇറങ്ങി ചെല്ലാനുണ്ടായിരുന്നു. ഈ ഇത്രയും നേരം വീടുകൾ, പിന്നെ കടപ്പുറം, അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കടൽ. ഓരോ വർഷം കൊണ്ട് കടൽ കയറി മുന്നോട്ട് വന്നാണ് ഇപ്പോൾ വീടിന് മുന്നിൽ റോഡിൻ്റെ പകുതിയോളം കടലെടുത്തിട്ട് തൊട്ട് മുന്നിലായിട്ട് ഈ കടലുള്ളത്. ഇത്രയും വീടുകൾ പോയിട്ടും ചലിക്കാത്ത ആൾക്കാർ ഒടുവിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത് എപ്പോഴാണെന്നറിയാമോ? ഈ റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ്. പിന്നെ പരിപാടിക്ക് തലക്കെട്ടുമായി തീരദേശ റോഡ് വികസനം. ഇപ്പോൾ ഇവിടെയുള്ള എൻ്റെ അമ്മയുടെയൊക്കെ വീട് വരെ പോയിട്ടുണ്ട് കടലെടുത്ത്. അങ്ങനെ പിന്നെ ആൾക്കാരൊക്കെ പഠിച്ചതുകൊണ്ടോ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടോ വീടിന് പകരം എന്തെങ്കിലും വേണം എന്നുള്ളത് പറയേണ്ടത് അവരുടെ അവകാശമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള നീക്കങ്ങൾ തുടങ്ങി. അങ്ങനെ എല്ലാവർക്കും ഫ്ലാറ്റ് കൊടുത്തു. ഒരു പെട്ടിയുടെ ഷേപ്പിൽ. എന്ത് കെട്ടിയാലും അതിന് ഫ്ലാറ്റ് എന്നാണല്ലോ പറയുന്നത്. മേലത്തെ നിലയിലുള്ള ഒരു ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്താൽ താഴത്തെ ടോയ്ലറ്റിൽ വെള്ളം പൊങ്ങും. അതായിരുന്നു അവസ്ഥ. ഓലമടഞ്ഞ് വീട് കെട്ടിയിരുന്നവർക്കും കഷ്ടപ്പെട്ട് രാപ്പകൽ കടലിൽ പോയി അധ്വാനിച്ച് കോൺക്രീറ്റ് വീടും ഓടിട്ട വീട് കെട്ടിയവർക്കും എല്ലാവർക്കും ഓരോ പെട്ടി. ഇപ്പോഴത്തെ പിന്നെയും റോഡിന് സ്ഥലം അളക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൻ്റെ ഇൻ്റർലോക്ക് ഏരിയയുടെ പകുതിയോളം, പിന്നെ ഈ മാതാവിൻ്റെ കുരിശടിയുടെ പാതി ഒക്കെ വെച്ചിട്ടാണ് ആദ്യം കുറ്റിയടിച്ചവർ കുറ്റിയടിച്ചിട്ട് പോയത്. പക്ഷേ ഇവിടെയുള്ള, ഞാൻ ആരെന്നൊന്നും പറയുന്നില്ല, നമ്മുടെ ഇവിടുത്തെ പിള്ളേർ ആ കുറ്റിയൊക്കെ എടുത്ത് കുറച്ച് പുറകിലോട്ട് മാറ്റി കുത്തി. ഇവിടെ ഉള്ളവർ മാറ്റി കുത്തിയേക്കുന്ന സ്ഥലത്താണ് അതിന് പുറകെ കല്ല് താഴ്ത്താൻ വന്നവർ ഇപ്പോൾ കല്ല് താഴ്ത്തിയേക്കുന്നത്. ഞങ്ങൾക്കും എങ്ങനെയെങ്കിലുമൊക്കെ പ്രതിരോധിക്കണ്ടേ? വീട് പോയാലും പട്ടിക്കൂട് പോയാലും മുന്നിലത്തെ മതിലിൻ്റെ പകുതി പോയാലും എല്ലാവർക്കും 10 ലക്ഷം. ഞങ്ങളുടെ ഈ വീട് തന്നെ നോക്കൂ. 10 ലക്ഷത്തിന് ഇതുപോലൊരു വീട് കെട്ടിത്തരാൻ അവർക്ക് പറ്റുമോ? പറ്റും. 10-65 ലക്ഷം മുടക്കി 4 സ്റ്റീൽ തൂണും പിന്നെ ഒരു സ്റ്റീൽ തൂൺ ചരിച്ചിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ പറ്റും. അവർ കെട്ടുന്ന ഒരു ബസ് സ്റ്റോപ്പിന് തന്നെ 60 ലക്ഷം ആവുമ്പോൾ ഈ വീടിനൊക്കെ പകരം 10 ലക്ഷം രൂപ മേടിച്ചിട്ട് എങ്ങനെ ഞങ്ങൾ പോകണമെന്നാണ്? വലിയ ഹൈപ്പർ മോളൊക്കെ നടുക്ക് നിർത്തി അതിൻ്റെ ചുറ്റും മെറിഗോ റൗണ്ട് പോലെ റോഡ് ഉണ്ടാക്കാമെങ്കിൽ ഞങ്ങളുടെ നെഞ്ചത്തൂടെ ഈ റോഡിടുന്ന പരിപാടി അങ്ങനെ നമുക്കങ്ങ് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഒരാൾ അതിനകത്ത് ജീവന് വേണ്ടി പെടയുമ്പോഴും ഗതാഗതമായിരുന്നു അവർക്ക് മുഖ്യം. ഇവിടെയും അത് തന്നെ. ഞങ്ങളുടെ വീടുകൾ പോകുന്നതോ ഞങ്ങളുടെ ഇത്ര നാളത്തെ അധ്വാനത്തിൻ്റെ ബലം പോകുന്നതോ ഒന്നുമല്ല. ഗതാഗതം പുനഃസ്ഥാപിക്കണം, തീരദേശ റോഡ് വികസിപ്പിക്കണം. ഇവിടുന്നുള്ള പ്രതിഷേധം ഒരുപാട് ശക്തമായി തുടങ്ങിയപ്പോഴാണ് ഈ സീ വോളിൻ്റെയൊക്കെ നിർമ്മാണം തുടങ്ങിയത് കേട്ടോ. ഈ പ്രഹസനമൊക്കെ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം ഒരു 10-15 വർഷത്തിന് മുമ്പേ ഞങ്ങളുടെ അപ്പുറത്തായിട്ട്, അതായത് എൻ്റെ വീടിൻ്റെയൊക്കെ പുറകിലായിട്ട് ഒരു 4-5 നിര വീടുകൾ കഴിഞ്ഞാൽ കായലാണ്, കൊല്ലം തോട്. അന്ന് അവിടെ തോട് വികസനം, ടൂറിസം, എന്തോ ബോട്ട് റൂട്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന കായൽവാരത്ത് താമസിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ ഇതുപോലെ ഓരോ പെട്ടി ഫ്ലാറ്റ് കൊടുത്ത് മാറ്റി. പക്ഷേ നാളിതുവരെ, അതായത് ഇപ്പോൾ ഒരു 13-14 വർഷമായി, വികസനത്തിൻ്റെ പോലും ആ കായൽ കണ്ടിട്ടില്ല. വേസ്റ്റ് ഡംപ് ചെയ്യാനായിട്ടൊരിടം, അതാണിപ്പോൾ ആ കായൽ. എൻ്റെ കയ്യിലൊരു നല്ല ഐഡിയ ഉണ്ട്. ഇത്രയും നാൾ കടൽ കയറുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ബഹളം വെച്ചപ്പോൾ ഇവിടോട്ട് ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ലല്ലോ. അതുപോലെ ഒരു 8-10 കൊല്ലം കൂടെ കണ്ണടച്ചങ്ങിരുന്നാൽ മതി. ഞങ്ങളുടെ ഈ വീടൊക്കെ പോയി ഈ കടലും കായലും കൂടെ അങ്ങ് ഒന്നിക്കും. എന്നിട്ട് പിന്നെ ഇപ്പോഴത്തെ പോലെ ജലകേളിയെന്നോ കായൽ വികസനമെന്നോ ബോട്ട് സർവീസെന്നോ ടൂറിസത്തിൻ്റെ വൻ സാധ്യതകളോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വലിയ പദ്ധതികൾ വരുന്നുണ്ടെന്നൊക്കെ കൊട്ടിഘോഷിച്ച് ഇതുപോലെ പാതി വഴിക്ക് ഇട്ടിട്ട് പോവാം. ആരോടെ ഈ പറയുന്നത്? ഈ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഗ്രില്ലിട്ട് ഓരോ കൂടും കെട്ടി അത് ലോക്ക് ചെയ്തിട്ട് തുരുമ്പടിച്ച് വീഴുമ്പോൾ ആക്രിക്ക് പറക്കാനായിട്ട് വെച്ചു കൊടുക്കുന്ന ഈ ടീംസിനോട്. 4-5 ലോക്കൽ സർവീസ് ബസ്സുകളും എന്തിന്, ഒരു KSRTC ബസ് കൂടെ സർവീസ് ചെയ്യുന്ന ഒരു റോഡാണിത്.
ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടേ. ഇതിങ്ങനെ ഓരോ പ്രാവശ്യം വികസനമൊന്നും പറഞ്ഞ് കുറച്ച് സ്ഥലത്തോട്ട് കുറച്ച് മണ്ണും കല്ലും കൂടെ വാരി ഇറക്കി മേലെ താറിട്ടിട്ട് പോകും. അടുത്ത കടൽ കയറ്റത്തിന് അതിൻ്റെ പാതി അങ്ങ് കടൽ കൊണ്ടുപോകും. പാർട്ടിയൊന്നും വെച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ആ നവകേരളം ബസ്സുണ്ടല്ലോ, അത് സത്യത്തിൽ ഓടേണ്ടത് ഈ വഴി കൂടെയായിരുന്നു. എങ്കിൽ പിന്നെ അത് മുതലുണ്ടാവത്തില്ലായിരുന്നു. പിന്നെ കാഴ്ചയ്ക്ക് വെക്കാൻ പോലും അതിൻ്റെ അകത്തൊന്നും കാണത്തില്ലായിരുന്നു. ഇങ്ങനെ ഓരോ വർഷവും കേക്കിന്ന് കട്ട് ചെയ്തെടുക്കുന്ന പോലെ കടൽ കൊണ്ടുപോയി ബാക്കി വരുന്നിടത്തോട്ട് റോഡിട്ട് ഞങ്ങളെയൊക്കെ അവസാനം ഇവരെവിടെ കൊണ്ടുപോയി പാർപ്പിക്കാനാണ് പ്ലാനെന്ന് എനിക്കറിയാൻ വയ്യ. ഇങ്ങനെ റോഡിട്ട് പോയാൽ കുറേ നാൾ കഴിയുമ്പോൾ കായലിൻ്റെയും കടലിൻ്റെയും പുറത്തൂടെ എങ്ങനെ റോഡിടും? പിന്നെ ഫുൾ അങ്ങോട്ട് ബോട്ട് സർവീസ് നടത്താം. അങ്ങനെ എന്തായാലും ഭാവിയിൽ ഞങ്ങളും ഒരു പെട്ടി ഫ്ലാറ്റിലായിരിക്കും. അത് കഴിയുമ്പോൾ എനിക്കിത്ര വ്യൂസും ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ പച്ചപ്പും ഹരിതാപയും കടൽക്കാറ്റും ഒന്നും അവിടെ ഇല്ലല്ലോ. ചമ്മന്തിക്കുള്ള തേങ്ങ അമ്മയാണ് കേട്ടോ റെഡിയാക്കുന്നത്. കുറച്ച് തിരികെ എടുത്തു, പിന്നെ കുറച്ച് ഉണക്കത്തേങ്ങ ഇരുന്നതും കൂടെ ആൾ വെട്ടിയെടുക്കുന്നുണ്ട്. ഉച്ചയ്ക്കത്തേക്ക് എനിക്കും അമ്മയ്ക്കും ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് അമ്മ പറഞ്ഞത്. ഇന്നലെ ബീഫ് കൂട്ടിയിട്ട് തന്നെ ഒരു മടുപ്പായി. ഇനി ഇന്നും കൂടെ കൂട്ടാൻ വയ്യ. നിങ്ങളിപ്പോൾ എൻ്റെ ഈ ഓഡിയോയുടെ ഇടയ്ക്ക് കേൾക്കുന്ന ഈ ഡിസ്റ്റർബൻസും കടലിൻ്റെ സൗണ്ടാണ്. ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ, അത് ഞാൻ ഇപ്പോൾ വൈകിട്ട് എടുത്ത വീഡിയോസാണ്. കടൽ ഇത്തിരി കൂടുതലാണ്. പ്രളയമൊക്കെ വന്ന ടൈമിൽ ഓരോ വീടിൻ്റെ പകുതിയോളമാണ് ഇവിടെ നിന്ന് എടുത്തിട്ട് പോയത്. അപ്പോൾ ഞാൻ കിങ്സ് സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഒരു വീഡിയോ ഞാൻ അവർക്ക് അയച്ചിരുന്നു കേട്ടോ, നല്ലപോലെ തിരയടിക്കുമ്പോൾ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും പേടിച്ചിട്ട് മിസ്സേ സേഫ് ആണോ എന്ന് ചോദിച്ച് കോൾസും മെസ്സേജസും ഒക്കെ തുടങ്ങി. നമ്മളെയൊക്കെ സേഫ് അല്ലാണ്ടാക്കിയിട്ട് പിന്നെ രക്ഷിക്കാൻ വരുന്നതിൽ നല്ലതല്ലേ ആദ്യമേ അങ്ങ് സേഫ് ആക്കുന്നത്. പക്ഷേ ധർമ്മജൻ പറയുന്ന പോലെ ആരോട് പറയാനാ, ആര് കേൾക്കാനാ? പിന്നെ ഇന്നലെ ഇട്ട് ലവ് സ്റ്റോറി വീഡിയോയ്ക്ക് കിട്ടിയ സപ്പോർട്ട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പക്ഷെ അതിൽ എന്നെ ഞെട്ടിച്ചത്, എന്നോട് എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെ പറയാൻ പറ്റി, എങ്ങനെ ധൈര്യം കിട്ടിയെന്നൊക്കെ. ഇത് പലർക്കും ഇപ്പോഴും പറ്റാത്തൊരു കാര്യമാണെന്നുള്ളത് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. അത് നമ്മളങ്ങനെ എന്തിന് ഹൈഡ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയത്തില്ല. മേ ബി ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഡിഫറെൻ്റ് ആയതുകൊണ്ടായിരിക്കാം. എനിക്ക് തന്നെ ചില ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിനക്ക് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എങ്കിൽ ഇത് ഇപ്പം പറഞ്ഞോളണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പിന്നെ നിങ്ങൾ ചോദിച്ച ഇതൊക്കെ പറയാനുള്ള എൻ്റെ ധൈര്യം അത് എൻ്റെ ഈ സൈഡിലിരിപ്പുണ്ട്. ആ പാർട്ട്ണർ ഷുഡ് ബി അവർ എക്സ്റ്റെൻഡഡ് സെൽഫ്. മാരിറ്റൽ ലൈഫിൻ്റെ ഒരു സ്മൂത്ത് സെയിലിങ്ങിലുണ്ടല്ലോ, നമ്മൾ ഒരു കാര്യത്തിലും അയ്യോ എൻ്റെ പാർട്ട്ണർ എന്ത് വിചാരിക്കും, അയ്യോ എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ പറയും, അങ്ങനെ ഒരു ചിന്ത വരരുത്. എയ്തർ ഹീ ഷുഡ് ബി യുവർ പാർട്ട്ണർ ഇൻ ക്രൈം ഓർ നത്തിങ്. പക്ഷെ പലർക്കും അങ്ങനെ ഒരാളെ കിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം കേട്ടോ അവൾ തേച്ചു എന്നൊരു കഥയിൽ മിക്ക പെണ്ണുങ്ങളും അങ്ങ് ഒതുങ്ങി പോകുന്നത്. ആ പെൺകുട്ടിയുടെ സൈഡിൽ നിന്നും പറയാൻ എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷെ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ക്യാരക്ടർ ജഡ്ജ്മെൻ്റ് ആണല്ലോ വരുന്നത്. പിന്നെ പോട്ടെ, മാറാൻ പറ്റുന്നവരൊക്കെ മാറട്ടെ. മാറാതെ എവിടെ പോവാൻ? നമ്മൾ മുമ്പോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഇടയിലും കുറേ ആൾക്കാർ ഇവിടുന്ന് വണ്ടി വിളിച്ച് 10-20 കൊല്ലം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു ഡെഡ് എൻഡ് ആണെന്നുള്ളത് കുറച്ച് നാളിനുള്ളിൽ തന്നെ അവർക്ക് മനസ്സിലാവും. അമ്മ ചമ്മന്തിയൊക്കെ കാച്ചുമ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് നീട്ടി അങ്ങ് കാച്ചും കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെ നീട്ടി കാച്ചുന്നത് ഇഷ്ടമല്ല. നല്ല തിക്കായിട്ടിരിക്കണം ചമ്മന്തിക്കറിയൊക്കെ. എനിക്കും അങ്ങനെയാണ് ഇഷ്ടം, വെള്ള ചമ്മന്തിക്കറിയൊക്കെ ഇരിക്കുന്നത്. കുക്കറും കൊണ്ടിട്ടുള്ള ഈ സാഹസം നിങ്ങൾ അനുകരിക്കരുത് കേട്ടോ. അതങ്ങനെ എടുത്ത് വെക്കുമ്പം അതിന്നിങ്ങനെ ഒരു 2 വിസിലൊക്കെ പോകുന്നത് പതിവാണ്. ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ആക്കാറില്ല. അങ്ങനെ തെറിച്ചിൻ്റെ കയ്യിലൊന്നും വീഴാറുമില്ല. പിന്നെ എൻ്റെ പൊക്കത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇഡ്ഡലി തട്ട് എടുക്കുകയാണ് ഞാൻ അവിടെ. ഇഡ്ഡലിയുടെ മാവ് ഇന്നലെ കടയിൽ നിന്ന് മേടിച്ചതാണ്. അതിൻ്റെ കൂടെ അമ്മ ഇവിടെ ഇരുന്ന് അപ്പം മാവും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. ഞാൻ ഇഡ്ഡലിക്കായിട്ട് ആട്ടിയാലും അപ്പത്തിനായിട്ട് ആട്ടിയാലും ദോശയ്ക്കായിട്ട് ആട്ടിയാലും ശരിയാവാറില്ല. അമ്മ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ശാശൂശി ഓരോ പരിപാടി ഒപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാവും. ഞാൻ ഇഡ്ഡലിയുടെ ഈ തട്ടിൻ്റെ അകത്ത് എണ്ണയാണ് കേട്ടോ തേക്കുന്നത്. സൺഫ്ലവർ ഓയിൽ തേച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അമ്മ അങ്ങനെ എണ്ണയൊന്നും തേക്കാറില്ല. ഒരു തുണിയൊക്കെ വെച്ചിട്ട് പണ്ട് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടെ മെസ്സിയാണ്. ആ തുണിക്കകത്തുനിന്ന് അത് തട്ടിയിടുമ്പോൾ തുണിയിലുമൊക്കെ മാവ് കാണും. ഇനി ആ തുണി എണ്ണയിൽ തടവിയാണോ തേക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ എളുപ്പം. മമ്മി ഇവിടെ ഉണ്ടായിരുന്നപ്പം മമ്മി മറ്റേ നമ്മൾ അച്ചാറിടുന്ന ഒരു എണ്ണയില്ലേ, വേറൊരു ടൈപ്പ് എണ്ണ, അതായിരുന്നു തേക്കുന്നത്. അല്ലെങ്കിൽ ഇഡ്ഡലിക്കൊക്കെ ഒരു ചുവ വരുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ സൺഫ്ലവർ ഓയിൽ തേക്കുമ്പോഴും ഇഡ്ഡലിയുടെ ടേസ്റ്റിന് വലിയ വ്യത്യാസങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അച്ചാറിടുന്ന എണ്ണ ഞാൻ സ്പെഷ്യലായിട്ട് അങ്ങനെ മേടിക്കാറില്ല. എൻ്റെ അച്ചാറുകളൊക്കെ ടപ്പേന്നിടുന്ന അച്ചാറുകളായിരിക്കും. വെറുതെ വെളിച്ചെണ്ണ കടുകിട്ട് കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ടെടുക്കുന്നത്. ലേശം കായം കൂടെ ചേർക്കും കേട്ടോ. മാങ്ങയൊന്നും ഞാൻ കുക്ക് ചെയ്യാറില്ല. അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് പുറത്തിങ്ങനെ താളിച്ചിടും. ഇന്നലെ രാത്രി കഞ്ഞിയും പയറും ഒക്കെ ആക്കിയെങ്കിലും പുറത്ത് നിലം വന്നപ്പോഴേക്ക് നല്ല ചിക്കൻ്റെ മണം ഉണ്ടായിരുന്നു അടുത്ത്. അവരവിടെ ടച്ചിങ് സിനത്തിനോ മറ്റോ മേടിച്ച അൽഫാമിൻ്റെ എന്തോ മണമായിരുന്നു. കുക്കൂനാണെങ്കിൽ ആ ചെറിയ ചുമയും പനിയൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ ചില കൊതികളാണ് കേട്ടോ. പഴംപൊരി തിന്നണം, പിസ്സ തിന്നണം,
ചിക്കൻ തിന്നണം, KFC കഴിക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ അവനിത് ഈ മണം അടിച്ചിട്ട് അവൻ പിന്നെ തുടങ്ങി എനിക്കിപ്പോൾ പിസ്സ വേണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പനിയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് അപ്പൻ ആ സെൻറ്റിമെൻറ്റ്സിൽ വീണു. രാത്രി 10:30 ഡൊമിനോസിൽ ഒരു പിസ്സ ഓർഡർ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പുറത്ത് പോയിരുന്നു കേട്ടോ. അമ്മയും നിലവും നല്ല ഉറക്കമായിരുന്നു. പുറത്ത് കടപ്പുറത്ത് പോയിരുന്നു. എന്നിട്ട് ഓർഡർ ചെയ്ത് വന്ന പിസ്സ ഞങ്ങളും താരയും ശങ്കരൻകുട്ടിയും ഒക്കെ കൂടെ കഴിച്ചു. ഇതിപ്പോൾ കേൾക്കുമ്പോൾ അലൻ ചിലപ്പോൾ എന്നെ കളിയാക്കും കേട്ടോ. കാരണം ഞാൻ പറഞ്ഞതാണ് കൊടുക്കണ്ട, ഇത്രയും കാശ് കൊടുത്ത് മേടിച്ചല്ലേ, പിസ്സയൊക്കെയാണോ പട്ടിക്ക് കൊടുക്കുന്നതെന്ന്. പക്ഷേ കുക്കു അലനും കേട്ടില്ല കേട്ടോ. രണ്ടുപേരും ഓരോ പീസ് എടുത്ത് കുറച്ച് അവർക്കും കൊടുക്കും, പിന്നെ ഞങ്ങളും കഴിക്കും. അങ്ങനെയാണ് ഇരുന്ന് കഴിച്ചത്. തിരിച്ചു വന്ന് കിടന്നപ്പോഴേക്ക് ലേറ്റ് ആവുകയും ചെയ്തു. ഇന്ന് 5:30 അലാം അടിച്ചിട്ട് ഞാനത് വീണ്ടും ഒരു 6:15 ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡ്ഡലിയും ചമ്മന്തിയും മാത്രം ആക്കിയാൽ മതിയല്ലോ. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ തേങ്ങ തിരുകുന്ന മെഷീനും ഉണ്ടല്ലോ, അമ്മ. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കാമെന്ന് കരുതി. കുക്കറിലെ അരി കഷ്ടിച്ച് ഞാനൊരു 15-20 മിനിറ്റ് അവിടെ വെച്ചതേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് അത് എടുത്തു. അതിലുള്ള വെള്ളം കുറച്ച് കളഞ്ഞിട്ട്, ഇതിൽ കൂടെ കളയുമ്പോൾ പ്ലാസ്റ്റിക് ഓവാണ്, അത് ചീത്തയാവും എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, അവിടെ താഴത്തെ ആ ഏരിയയിൽ ഒത്തിരി വേംസ് ഒക്കെ പോലെ കേട്ടോ. എനിക്കറിയാൻ പറ്റാത്ത ഷേപ്പിലൊക്കെ ഉള്ള കുറച്ച് ജീവികൾ. ഈ മഴ തുടങ്ങിയ പിന്നെ ഇവിടുന്ന് ചെല്ലുന്ന വെള്ളം താഴോട്ട് വറ്റി പോകുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ കൊതുകിൻ്റെ മുട്ടയോ ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് ചാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അത്രയും തിളച്ച വെള്ളം ഇതിൽ കൂടെ അങ്ങ് ഒഴിക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്ത് ആ ചൂടുവെള്ളം കൂടെ എടുത്തിട്ട് ചോറ് നന്നായിട്ട് വാർത്തിട്ടു. കുക്കുവിന് ഇന്ന് ചോറ് കൊടുത്ത് വിടുന്നില്ല. ഇന്നലെ കിടന്നുറങ്ങിയപ്പോഴേ പറഞ്ഞു എനിക്ക് മൺഡേ പ്രത്യേകിച്ച് അങ്ങനെയാണ് കേട്ടോ, എനിക്ക് പെട്ടെന്ന് കഴിച്ച് കഴിയണം, അതുകൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് മതിയെന്ന്. അങ്ങനെ ഇഡലി ഇന്ന് കൊടുത്തു വിടാമെന്നാണ് പ്ലാൻ. പിന്നെ ഇന്നലെ രാത്രി പിസ്സയൊക്കെ മേടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പയുടെ വക കുറച്ച് ഉപദേശമൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും കഴിക്കാറേ ഇല്ല. കൊടുത്തു വിടുന്നത് അതുപോലെ തിരിച്ചു കൊണ്ടുവരും. ഇനി അങ്ങനെ കഴിക്കാതെ വന്നാൽ കുക്കു പറയുന്ന ഒരു സാധനവും മേടിച്ച് തരില്ല. സ്നാക്സിനുള്ള വേഫേഴ്സും ബിസ്ക്കറ്റ്സും ഇതുപോലുള്ള പിസ്സയും ഐസ്ക്രീമും ഒക്കെ കട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇഡ്ഡലിത്തട്ട് എടുത്ത് ഇങ്ങനെ ബാക്ക് സൈഡ് വെള്ളമൊന്നും നനയ്ക്കുന്നതും പെട്ടെന്ന് ഇത് ഇളകി വരാൻ നല്ലതാണ് കേട്ടോ. ഞാൻ ഈ ഇഡ്ഡലി ഇളക്കി ഇടുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. നല്ല പൂ പോലെ വന്ന് വീഴും. അത് കുറച്ച് നേരം തണുക്കാനും വെക്കണം കേട്ടോ. കടുക് മേടിക്കാൻ പിന്നെയും മറന്നു. വില്യംസിയുടെ ഇന്ന് ചീത്തവിളി കേൾക്കുന്നത് വരെ ഇനി ഇത് വാങ്ങിക്കത്തില്ല. കടുകും ഉപ്പും തീരരുതെന്ന് അമ്മച്ചി പറയും കേട്ടോ വീടുകളിൽ. തൽക്കാലം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഉലുവയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലിട്ട് പൊട്ടിച്ചിട്ട് ചമ്മന്തി കാച്ചി എടുക്കുന്നുണ്ട്. അമ്മ ഉപ്പിട്ട് തന്നെയാണ് കേട്ടോ ചമ്മന്തി കാച്ചിയത്. ആലനും കുക്കുവിനും ഒക്കെ ആലന് റെഡ് ചമ്മന്തിയാണ് ഇഷ്ടം. കുക്കു സാറിനാണെങ്കിൽ സാമ്പ്ർ, അങ്ങനെയാണ് അവൻ പറയുന്നത്. സാമ്പ്റും കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ എനിക്കിഷ്ടം വൈറ്റ് ചട്നിയാണ്. അമ്മ അരയ്ക്കുമ്പോൾ പിന്നെ എൻ്റെ ഇഷ്ടമല്ലേ അമ്മ ആദ്യം നോക്കൂ. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ചോദിക്കുന്ന പോലെ അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടി ഇല്ലാത്ത സൈലൻസ് ഇല്ലേ, അങ്ങനെ ഇവിടെ വരാൻ പാടില്ല. അവരുടെ ഇഷ്ടത്തിനും ചെയ്യണം, എൻ്റെ ഇഷ്ടത്തിനും ചെയ്യണം. സാധാരണ ഇവിടെ 2 തട്ട് ഇഡലി ധാരാളമാണ് കേട്ടോ. ഒരു തട്ടുന്ന 3 എണ്ണം ഞാൻ കഴിക്കും, 2 എണ്ണം കുക്കു കഴിക്കും, മറ്റേത് 5 എണ്ണം ഇവിടെ വെക്കും. അതിലും പിന്നെയും ബാക്കി കാണും, എല്ലാം കഴിച്ചിട്ട് ഒരെണ്ണം. നിലു ആ ടൈമിലൊന്നും അങ്ങനെ രാവിലെ ഇവിടുന്ന് കഴിക്കില്ല. ഞാൻ വീട്ടിൽ കൊണ്ടാക്കുന്നതുകൊണ്ട് അവൻ വീട്ടിൽ അമ്മയടുത്ത് നിന്നായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇപ്പോൾ അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ 2 തട്ടായിട്ട് ചെയ്തു. പിന്നെ ഒരു തട്ടും കൂടെ ചെയ്താൽ മതി എന്നൊക്കെ ആളിരുന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ 2 തട്ടിലങ്ങ് ചെയ്തു. എന്തായാലും വേകുന്നു, 2 തട്ടങ്ങ് വേകട്ടെ, ബാക്കിയുള്ളത് രാത്രി എടുക്കാമല്ലോ. അങ്ങനെ ഏതായാലും ഇന്ന് തൊട്ട് കുക്കു സാറിൻ്റെ പുതുക്കിയ ലഞ്ച് മെനു ആണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സും വെക്കണമല്ലോ. ഗ്രീൻ ആപ്പിൾസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അതിലൊരെണ്ണം എടുത്ത് ഞാൻ പീൽ ചെയ്തെടുത്തു. ഈ ആപ്പിൾ നമ്മൾ എങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താലും ടിഫിൻ ബോക്സിൽ ചെന്ന് തുറക്കുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആയിരിക്കും. അതിനൊരു മാർഗ്ഗം ഇതിലൊന്ന് ഹണി ഇട്ട് പുരട്ടി വെക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഹണി കൂട്ടി വേണ്ടാന്ന് എന്നവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഓൾറെഡി. അതുകൊണ്ട് ഇത് ഞാനിപ്പോൾ വേറൊരു ടെക്നിക്ക് ചെയ്യുകയാണ്. ആപ്പിൾ നന്നായിട്ട് അരിഞ്ഞിട്ട് അത് വേറൊരു പാത്രത്തിലേക്കാക്കി അതിലേക്ക് ലേശം ഉപ്പ്, ഒരുപാടാവരുത്, ലേശം ഉപ്പിട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇതൊരു 5-10 മിനിറ്റ് വെച്ചിരുന്നിട്ട് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഈ ടിന്നങ്ങ് അടച്ച് കൊടുത്തു വിട്ടാൽ മതി. അതിൻ്റെ കളർ ചേഞ്ച് ആവാതെ വൈകുന്നേരം വരെ ഇരുന്നോളും. അങ്ങനെ ഏതായാലും കൊണ്ടുപോകാനുള്ള ആപ്പിളൊക്കെ സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഇഡലിയും ചമ്മന്തിയും 2 കാടമുട്ടയും പിന്നെ കുറച്ച് കുക്കുംബർ, വെജിറ്റബിളും വേണമല്ലോ, അതുമായിട്ട് ലഞ്ച് ബോക്സ് റെഡിയാക്കി. സ്നാക്സിന് ആപ്പിൾ കൊടുത്തു വിടാമെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ അവൻ ആ നയങ്ങളിലൊന്ന് മയം വരുത്തി അപ്പനെ കൊണ്ട് സമ്മതിപ്പിച്ചു. ബിസ്ക്കറ്റും കൂടെ കൊണ്ടുപോകാം, ഫ്രൂട്ട്സ് കഴിച്ചാൽ മതിയെന്ന്. കുക്കുവിന് സ്നാക്സ് ടൈം 2 o'clock കഴിഞ്ഞിട്ടാണ് കേട്ടോ. രാവിലെ ഇവരൊക്കെ സ്നാക്സ് കഴിച്ചാൽ ലഞ്ച് നല്ലപോലെ കഴിക്കില്ല എന്നാണ് മമ്മി പറയുന്നത്. ഞാൻ ഒബ്സർവ് ചെയ്തെടുത്തോളം അതങ്ങനെ തന്നെയാണ്. അറൗണ്ട് 2 to 2:15 LKG UKGക്കുള്ള സ്നാക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് അവരെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് 2:30 ആവും ഇവർക്ക് സ്നാക്സ് കൊടുക്കാൻ. അപ്പോഴേക്ക് വീട്ടിൽ വന്നാൽ ഉടനെ തന്നെ നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊടുക്കേണ്ടതുമില്ല. ഇപ്പോൾ അങ്ങോട്ട് സ്നാക്സ് കഴിച്ചതല്ലേ ഉള്ളൂ, പാല് വല്ലതും കാച്ചി കൊടുത്താൽ മതി. ലഞ്ചും സ്നാക്സും ഒക്കെ ഞാൻ കിറ്റിലാക്കി ഫ്രൂട്ട്സിൻ്റെത് പതുക്കെ എടുത്ത് വെക്കാമെന്ന് കരുതി. എത്ര നേരം സോക്കായിരിക്കുന്നോ അത്രത്തോളം നേരം അതിങ്ങനെ ബ്ലാക്ക് കളർ ആവാണ്ടിരിക്കുമല്ലോ. കുപ്പിയിൽ ലേശം വെള്ളമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. സ്കൂളിൽ ഫിൽറ്റേർഡ് വാട്ടർ ഉണ്ട്, അപ്പോൾ ഇവിടുന്ന് ചുമക്കണ്ടല്ലോ. വണ്ടിയിൽ ഓൾറെഡി സാധനങ്ങൾ അധികമായിരിക്കും.
ഞാൻ മേലെ ചെന്ന് വിളിച്ചപ്പോഴേക്ക് അപ്പനും മോനും കൂടെ ഇടിയപ്പം കുരുങ്ങി കിടക്കുന്ന കണക്ക് കിടന്നുറങ്ങുന്നു. നിലു ഇങ്ങ് താഴെ വന്നു കേട്ടോ. നിലു എണീറ്റപ്പോൾ അലൻ സ്റ്റെയറിൻ്റെ അടുത്ത് കൊണ്ട് വിട്ടിട്ട് തിരികെ പോയി കുക്കുനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക. വിളിച്ചപ്പോൾ സ്കൂളിൽ പോകുന്നില്ല എന്ന്. ആലനെ തട്ടി ഉണർത്തിയപ്പോഴത്തേക്ക് ആലനും പറയുന്നു അവിടെ കിടക്കട്ടെ എന്ന്. അങ്ങനെ ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഇറങ്ങി വന്നു കേട്ടോ. സ്കൂളിൽ പോയി ഫ്രണ്ട്സുമായിട്ട് കളിക്കാനൊക്കെ ഇഷ്ടമാണ്. അവിടെ ഒരു മെറിഗോ റൗണ്ടും സ്ലൈഡും സ്വിങ്ങും ഒക്കെ ഉണ്ട്. അങ്ങനെ കിടക്കുമ്പോൾ അവന് ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യും. അപ്പൻ ലീവ് എടുത്തോളാൻ പറഞ്ഞിട്ടും ഈ വന്നതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് കേട്ടോ. ചോദിച്ചിട്ട് ആൾ കാര്യം പറയുന്നില്ല. പിന്നെ ഏതായാലും ഞാൻ അവനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. എന്നിട്ട് അവിടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. ഇപ്പോൾ വല്ലാത്ത ഈച്ചയും ഉറുമ്പും ഉണ്ട് കേട്ടോ. ഇന്നലത്തെ എൻ്റെ വീഡിയോയിലാണെന്ന് തോന്നുന്നു. അതെ, ഇന്നലത്തെ എൻ്റെ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഞാൻ അവിടെ എന്തോ വെജിറ്റബിൾ അരിയുന്ന തിരക്കിലാണ്. അവിടെ പുറകിൽ ആ ഷുഗർ ഇട്ട് വെച്ചിരിക്കുന്ന ടിന്നിൽ നിറയെ ഉറുമ്പായിരുന്നു. പക്ഷേ ആരും അത് കമൻറ്റിൽ പറഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതാരെങ്കിലും നോട്ട് ചെയ്യും, എന്നിട്ട് പറയും ചേച്ചി ഇതേ അത് മൊത്തം ഉറുമ്പാണ്, ശ്രദ്ധിച്ചില്ലേ എന്നൊക്കെ. പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല. ഇവിടെ ഇഷ്ടം പോലെ ഈച്ചയും ഉറുമ്പുമാണ്. അതുകൊണ്ട് ഞാൻ ഈ പുൽത്തൈലവും ഡെറ്റോളും കൂടെ കലക്കിയത് കുറച്ച് സ്പ്രേ ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ കിച്ചൺ സ്ലാബൊക്കെ തുടച്ച് വെച്ചത്. ഞാൻ സ്കൂളിൽ പോകുന്ന ഷോട്ട് കാണിച്ചാൽ നിങ്ങൾ ആഴ്ചയിലൊരു 3 ദിവസം എന്നെ ബ്ലാക്ക് ഡ്രസ്സിൽ തന്നെ കാണേണ്ടി വരും കേട്ടോ. ബ്ലാക്ക് ഇസ് മൈ ഫേവറേറ്റ് ഡ്രസ്സ്. പിന്നെ ഉള്ളത് ബ്ലൂ ആണ്, ആലൻസ് ഫേവറേറ്റ് കളർ. ഈ 2 കളറുമാണ് ഞാൻ എപ്പോൾ പോയാലും അങ്ങനെ എടുത്ത് പോകുന്നതാണ്, അങ്ങനെ വിചാരിച്ച് പോകുന്നതല്ല. ബ്ലാക്ക് എനിക്ക് ഇഷ്ടമായതുകൊണ്ടും പിന്നെ ബ്ലൂ എനിക്ക് ചേരുന്നത് കൊണ്ടും ഞാനങ്ങ് എടുത്ത് പോകുന്നതാണ്. പതിവ് പോലെ ഒരുങ്ങി മുടിയൊക്കെ ചീകി ഇറങ്ങിയ കുക്കു ഫുട്ബോളുമായിട്ട് അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഞാൻ 2 ചീത്തയൊക്കെ വിളിച്ചിട്ടാണ് ആ ബാഗൊക്കെ പൂട്ടിച്ചത്. പഠിച്ചുകൊണ്ടിരുന്ന ബുക്ക് ഹോംവർക്ക് എഴുതിക്കൊണ്ടിരുന്നതൊക്കെ വാരി അതിൻ്റെ അകത്തിട്ടിട്ട് അത് അങ്ങനെ തുറന്നിട്ടിട്ട് ഷൂസ് ഇട്ടങ്ങ് വെളിയിലിറങ്ങും. കുക്കു വന്ന് ബാഗ് എടുക്കുക, കിറ്റ് എടുക്കുക എന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞാൽ മമ്മ ഞാൻ ഷൂസ് ഇട്ട് പോയി എന്ന് പറഞ്ഞാൽ ഷൂസ് ഇട്ട് ഞാൻ അകത്ത് കയറ്റത്തില്ല കേട്ടോ. ഞാൻ മാത്രം വീട്ടിൻ്റെ അകത്ത് ചെരുപ്പിടും. ഇവർ വീട്ടിൻ്റെ അകത്ത് ചെരുപ്പിടുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ ആ ചെരുപ്പ് പുറത്ത് യൂസ് ചെയ്താൽ ഞാനത് അകത്ത് കയറ്റാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനൊരു ന്യായം പറഞ്ഞ് ആളങ്ങ് തടി തപ്പും. അപ്പോൾ എന്തായാലും ഞാനും കുക്കും സ്കൂളിലോട്ട് പോവുകയാണ്. അമ്മയും നിലും ലില്ലിയംസിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.